ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അതായത് പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങൾ. സയൻസ് അറിയാലോ, ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പഠിക്കാൻ ബോറുമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം, കിട്ടുന്ന പോയിന്റ് എല്ലാം മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുപോലും വിട്ടുകളയില്ല. അതുകൊണ്ട് മുഴുവൻ കണ്ട് നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ പലരും ചോദിക്കുന്നുണ്ട് LGS മെയിൻസിന് ഈ ക്ലാസ് കാണണമെന്ന്. അതായത് യൂണിവേഴ്സിറ്റി LGS അല്ല, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലെ LGS ഉണ്ടല്ലോ, അതിന് ഈ ക്ലാസ് കാണണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനും ഈ ക്ലാസ് കാണണം നിങ്ങൾ. കാരണം എല്ലാത്തിൻ്റെയും സിലബസ് സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്കും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ആ പരീക്ഷയല്ല, LGS സിലബസിലുള്ള എല്ലാ പരീക്ഷയ്ക്കും. അത് മാത്രമല്ല, LD പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ഈ ക്ലാസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. LD വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് LGS ബാച്ച് ഉണ്ട്. LGS ബാച്ചിൻ്റെ ഫീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 500 രൂപയാണ് ഒരു മാസത്തേക്കുള്ള ഫീസ്. ഓക്കെ, ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾക്ക് ഏകദേശം 3 മണിക്കൂറോളം ക്ലാസ്, ലൈവ് ക്ലാസ് നമ്മൾ തരുന്നുണ്ട്. പിന്നെ ഡെയിലി പരീക്ഷയും റിവിഷനും എല്ലാം ഉണ്ട്. മാത്സിനൊക്കെ ഡെയിലി പ്രത്യേക ക്ലാസ്സുകളുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സയൻസിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാം ചോദ്യം ഇതാണ്: ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നതിൽ എന്താണ്? ഓക്കെ, ഓപ്ഷൻസ്: പ്രോട്ടീൻ്റെ കുറവ്, വിറ്റമിൻ എയുടെ കുറവ്, കാൽസ്യത്തിൻ്റെ കുറവ്, പ്രോട്ടീൻ്റെ കുറവ്. പ്രോട്ടീൻ്റെ കൂടുതൽ, പ്രോട്ടീൻ്റെ കുറവാണ്, കൂടുതലാണോ? പ്രോട്ടീൻ്റെ കുറവാണ്. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ രണ്ടെണ്ണം. അതായത് പ്രോട്ടീൻ നമ്മൾ മലയാളത്തിൽ എന്താ പറയണേ? മാംസ്യം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് ഏത്? മാംസ്യം. ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന പോഷക ഘടകം മാംസ്യമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 രോഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ക്വാഷിയോർക്കറും മരാസ്മസും. ക്വാഷിയോർക്കറും മരാസ്മസും, അത് ഓർത്ത് വെച്ചോ. ക്വാഷിയോർക്കറും മരാസ്മസും. ഓക്കെ, ഈ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? എത്ര ഉണ്ടെന്നറിയോ? മാംസ്യം, ധാന്യകം, അന്നജം, ധാന്യമൊക്കെ ഒന്ന് തന്നെ. വൈറ്റമിൻസ്, മിനറൽസ്, പറഞ്ഞേ. കാർബോഹൈഡ്രേറ്റ്, മാംസ്യം, മിനറൽസ്, വൈറ്റമിൻസ്, ജലം. പിന്നെയുള്ളത് ഇടയ്ക്ക് ഓർത്ത് വെച്ചോണം. ധാന്യകം, കൊഴുപ്പ്, മാംസ്യം. ധാന്യം, കൊഴുപ്പ്, മാംസ്യം. ധാന്യം, കൊഴുപ്പ്, മാംസ്യം. ഓക്കെ, ജീവകങ്ങൾ, ധാതുക്കൾ, ജലം. ജീവകങ്ങൾ, ധാതുക്കൾ, ജലം. ഓക്കെ, അപ്പം പോഷക ഘടകങ്ങൾ 6 എണ്ണമാണ്. 6 എണ്ണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ധാന്യകം, കൊഴുപ്പ്, മാംസ്യം. ധാന്യം, കൊഴുപ്പ്, മാംസ്യം. പിന്നെ നമ്മൾ പറഞ്ഞ 3 എണ്ണം: ജീവകങ്ങള്, ധാതുക്കള്, ജലം. ഓക്കെ, ഇതിൽ നമുക്ക് ഊർജ്ജം കിട്ടുന്നത് 3 എണ്ണത്തിൽ മാത്രമേ ഊർജ്ജം കിട്ടത്തുള്ളൂ. ഊർജ്ജം കിട്ടുന്ന 3 എണ്ണം ഏതൊക്കെയാണ്? കൊഴുപ്പ്, മാംസ്യം, ധാന്യകം. കൊഴുപ്പ്, മാംസ്യം, ധാന്യകം. ഇത് 3 നമ്മുടെ ശരീരത്തിന് ഊർജ്ജം തരുന്നവയാണ്. ഇതിൽ മാംസ്യത്തിന്റെ കുറവുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ്. ഒന്ന് ഏത്? ക്വാഷിയോർക്കറും മരാസ്മസും. ക്വാഷിയോർക്കറും മരാസ്മസും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ പേശി നിർമ്മാണത്തിന്, മസിൽ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള പോഷക ഘടകമാണ് ഏത്? മാംസ്യം. അതുകൊണ്ടാണ് നമ്മൾ ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്നു? ബോഡി ബിൽഡർ. അപ്പോൾ ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന പോഷക ഘടകം ഏതാണ്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനാണ്. പ്രോട്ടീനാണ്. ഓക്കെ, ഈ മാംസ്യം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ മാംസ്യം അവസാനം എന്തായി മാറും? അമിനോ ആസിഡായി മാറും. എന്തായി മാറും? അമിനോ ആസിഡ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ മാംസ്യം അവസാനം എന്തായി മാറും പിള്ളേരെ? അമിനോ ആസിഡായി മാറും. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പുണ്ടല്ലോ, ആ കൊഴുപ്പ് എന്തായി മാറും? ഫാറ്റി ആസിഡും ഗ്ലിസറോളായി മാറും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജം എന്തായി മാറും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. എന്തൊക്കെയായി മാറും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാലട്ടോസ്. അപ്പോൾ ഓർത്ത് വെച്ചാണ് നമ്മൾക്ക് ഊർജ്ജം കിട്ടുന്ന 3 പോഷക ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ഏതാ? ഒന്ന് കൊഴുപ്പ്, 2 മാംസ്യം, 3 ധാന്യങ്ങൾ. ഓക്കെ, കൊഴുപ്പിന്റെ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. അതുപോലെ മാംസ്യത്തിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ്? അമിനോ ആസിഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, മാംസ്യത്തിൽ കാണപ്പെടുന്ന ആസിഡും ചോദിക്കാറുണ്ട്. മാംസ്യത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? അമിനോ ആസിഡ് ആണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ധാന്യകം അല്ലെങ്കിൽ അന്നജത്തിന്റെ ഫൈനൽ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്?
ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു, രോഗം പറഞ്ഞു. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന 2 രോഗങ്ങൾ ഏതൊക്കെയാണ്? കോശയോർക്കറും മരാസ്മസും. കോശയോർക്കറും മരാസ്മസും. ഓക്കെ, എന്നാൽ നീ പറയണം, മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? ആൽബിനിസം. നമ്മുടെ ത്വക്കിന് കളർ കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത്? ആൽബിനിസം. നമ്മുടെ ശരീരത്തിൽ മെർക്കുറിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം എന്താണ്? മെർക്കുറിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? മീനമാതാ രോഗം. മെർക്കുറിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? മീനമാതാ രോഗമാണ് കേട്ടോ. എങ്ങ് മീനമാതാ രോഗം. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. ഒന്ന് പോസ് ചെയ്തടാ. അപ്പം മെർക്കുറിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം എന്താണ്? മീനമാതാ രോഗം. ഈ മീനമാതാ രോഗത്തിനൊരു വിശേഷണമുണ്ട്. എന്താണ്? മാർജാര നൃത്ത രോഗം. എന്താണ് പിള്ളേരെ? മാർജാര നൃത്ത രോഗം. അപ്പം മെർക്കുറിയുടെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? മീനമാതാ രോഗം. നീ ഇപ്പം ഇങ്ങനെ കാണിച്ചെന്ന് തോന്നുന്നു. കൊതുര അടിച്ചോലടേ, പിടി ഞെരിച്ചു വന്നാടാ. അതൊരു ക്രൂരണ്ടാ. ഓക്കെ, അപ്പം മീനമാത രോഗം അല്ലെങ്കിൽ ആ രോഗത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? മാർജാര നൃത്ത രോഗം. മാർജാര നൃത്ത രോഗം. ഓക്കെ, എന്നാൽ നമ്മുടെ ശരീരത്തിൽ ലെഡിന്റെ അളവ് കൂടുകയുണ്ടായ രോഗം എന്താണ്? പ്ലംബിസം. ലെഡിന്റെ അളവ് കൂടുകയുണ്ടായ രോഗം എന്താണ് പിള്ളേരെ? പ്ലംബിസം. ലെഡിന്റെ അളവ് കൂടുകയുണ്ടായ രോഗം പ്ലംബിസം. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ കാഡ്മിയത്തിന്റെ അളവ് കൂടുകയുണ്ടായ രോഗം ഏതാണ്? കാഡ്മിയത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ രോഗമാണ് ഏത്? ഇതായി. ഏതാണ്? ഇതായി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കോശയോർക്കറും മരാസ്മസും. അടുത്ത് മെലാന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ആൽബിനിസം. മെർക്കുറിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ മീനമാത രോഗത്തെ അറിയപ്പെടുന്ന മറ്റു പേരെന്താണ്? മാർജാര നൃത്ത രോഗം. മോനെ ഏതാണ്? മാർജാര നൃത്ത രോഗം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ലെഡ് പ്ലംബിസം. ഓക്കെ, കാഡ്മിയം ഇതായി. ഓക്കെ, സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത് എവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ്? പാറമടയിൽ, പാറക്കനികളിൽ ജോലി ചെയ്യുന്ന, കോറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് ഏത്? സിലിക്കോസിസ് രോഗം. ഏതാണ്? സിലിക്കോസിസ് രോഗം. ഓക്കെ, നമുക്ക് ഇനി വൈറ്റമിൻസ് നോക്കാം. ഈ വൈറ്റമിൻ എയുടെ, നീ ഓരോരുത്തർ ചോദിക്കും, അവർ പറയണം. നിങ്ങൾ ഉത്തരവൊക്കെ ഓർത്ത് വെച്ചോണേ. വൈറ്റമിൻ എയുടെ കുറവുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്ത മാത്രമേ ഉള്ളൂ. നിശാന്തതയും സിറോഫ്താൽമിയും. വൈറ്റമിൻ എയുടെ കുറവുണ്ടാകുന്ന രോഗങ്ങൾ നിശാന്തതയും സിറോഫ്താൽമിയുമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്ന രോഗം ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കസ്. കാൽസിഫെറോൾ ശാസ്ത്രീയ നാമം പറഞ്ഞു. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്ന രോഗമാണ് ഏത്? കണ അല്ലെങ്കിൽ റിക്കസ്. ഇവിടെ ഓക്കെ, വൈറ്റമിൻ ഇയുടെ കുറവുണ്ടാകുന്ന രോഗം വന്ധ്യതയാണ്. വൈറ്റമിൻ ഇയുടെ കുറവുണ്ടാകുന്ന രോഗം. ഓക്കെ, വൈറ്റമിൻ കെ. താരമാണ് നീ ഇപ്പം. കഴിഞ്ഞ ക്ലാസ്സിലെ താരം നീയാണ് ഇപ്പം. കേക്ക് ഞാൻ കോപ്പ് ഇടുന്നൊക്കെ. ഓക്കെ, എടാ പറയടാ. കേടാ ഹീമോഫീലിയ. ഏതാണ്? ഹീമോഫീലിയ. വൈറ്റമിൻ കെയുടെ കുറവുണ്ടാകുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. അപ്പൊ അത് 4 ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നിശാന്തതയും സിറോഫ്താൽമി. ഓക്കെ, അടുത്ത് ഡി. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇ വന്ധ്യത. എന്താണ്? വന്ധ്യത. അടുത്ത് കെ ഹീമോഫീലിയ. ഓക്കെ, അടുത്ത് B1. B1ന്റെ കുറവുണ്ടാകുന്ന രോഗമാണ് ഏത്? ബെറിബെറി. എന്താണ്? ബെറിബെറി. B1ന്റെ കുറവുണ്ടാകുന്ന രോഗമാണ് ഏത്? ബെറിബെറി. ഈ ബെറിബെറി വേറെ പേരിൽ അറിയപ്പെടും. ഐക്കാൻഡ്. എന്നുവെച്ചെന്താണ്? എനിക്ക് വയ്യ എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? ബെറിബെറി. നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന്. ഇങ്ങനെ എവിടെയെങ്കിലും താങ്ങി തൂങ്ങിയിരിക്കും. ചേച്ചിപ്പാടാ പറയുമ്പോ ഇങ്ങനെ ബെറിബെറി. ക്ലിയർ ആണല്ലോ. അപ്പം പറ ബെറിബെറി എന്താണ്? എനിക്ക് വയ്യ എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? ബെറിബെറി. അത് B1ന്റെ കുറവ് മൂലമാണ്. ഓക്കെ, അടുത്ത് B3. B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത്? പെല്ലഗ്ര. B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. ഓക്കെ, B6.
B6 അനീമിയ. ഏതാണ്? അനീമിയാണ്. B6ന്റെ കുറവുണ്ടാകുന്ന രോഗമാണ് അനീമിയ. B9 B9ന്റെ കുറവുണ്ടാകുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 B12 പെർനീഷ്യസ് അനീമിയ. ഏതാണ്? പെർനീഷ്യസ് അനീമിയ. ഓക്കെ, അടുത്ത സി സ്കർവി. ഏതാണ്? സി സ്കർവി. ഓക്കെ, ഞാൻ ഒരാൾ ചോദിക്കും, ഫുള്ള് പറയണം. ആരാണ് തയ്യാറായിരിക്കുന്നത്? ജോബിൻ. ആരാമല്ലേ ഫുള്ള് പറയാൻ പറ്റുമോ? സിറഫ്താൽമിയ. ഡി കാണാ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഓക്കെ. ഇ കെ ഹീമോഫീലിയ. ഓക്കെ. B1 ഓക്കെ. B3 പെല്ലഗ്രാം അല്ല, പെല്ലഗ്ര. ഓക്കെ. B6 അനീമിയ. B6 അനീമിയ. B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 പെർനീഷ്യസ്. ഓക്കെ. സി സ്കർവി. ഓക്കെ, ഇന്ന് താരമായി. ഇന്നലെ കുറെ പള്ളി കേട്ടെങ്കിലും ഇന്ന് താരമായി. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ ഇത്രയും രോഗങ്ങൾ. അപ്പൊ ആ ബാക്കി പറഞ്ഞ മറ്റേ ആ മൂലകങ്ങളൊന്ന് പറഞ്ഞേ. അക്ഷയ പറഞ്ഞേ. മെർക്കുറി, ലെഡ്, കാഡ്മിയം, ഇതായി. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. ഞാൻ ചോദിക്കും കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഫ്ലിന്റ് ഗ്ലാസ്. കേട്ടോ, നിങ്ങൾ ഉത്തരം ഈ ഓപ്ഷൻ പോലും തരാതെ ഉത്തരം പറയണേക്കാൻ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഓക്കെ, നിനക്ക് തോന്നാറുണ്ട് സന്തോഷം? ഓക്കെ, ശരി. അപ്പൊ ലെൻസുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഏത് ഗ്ലാസ് ആണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഫ്ലിന്റ് ഗ്ലാസും. ഇവര് രണ്ടും സഹോദരങ്ങളാണ് കേട്ടോ. ഇത് അതിലൂപി, ഇത് ആരോമലൂപി. ന്യൂമാർക്ക് ചേട്ടയുണ്ട്. ചേട്ടൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ബിഗ് ബോസിലെ കുട്ടിയകിലിന്റെ അനിയന്മാരാണ് ഈ ഇരിക്കുന്നത് രണ്ടുപേരും കേട്ടാ. കുട്ടിയകിലിന്റെ അനിയന്മാരാണ് ഈ രണ്ടെണ്ണം. ഓക്കെ, കുട്ടികളുടെ അയൽക്കാരനാണ് ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ് ജോബിൻ. കിടക്കട്ടെ. ഓക്കെ, ഓക്കെ, ശരി. ഓക്കെ, ശരി. അടുത്ത അപ്പൊ ഏത് ഗ്ലാസ് ആണ്ടാ? ഫ്ലിന്റ് ഗ്ലാസ്. ലെൻസുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആണ്ടാ? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഓക്കെ, ഫ്ലിന്റ് ഗ്ലാസ്. ലെഡ് ക്രിസ്റ്റൽ എന്നറിയപ്പെടുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ലെഡ് ക്രിസ്റ്റൽ എന്നറിയപ്പെടുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഇനി ഞാൻ ഒരാളുടെ പേര് പറയും, അയാൾ ആരെന്ന് പറയണം. ജോർജ് റാവൻസ് ക്രോഫ്റ്റ്. അതൊക്കെ മനസ്സിലായി. ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ് അല്ല. ഓക്കെ, അപ്പം ഫ്ലിന്റ് ഗ്ലാസ് നിർമ്മിച്ച വ്യക്തിയാണ് ജോർജ് റാവൻസ് ക്രോഫ്റ്റ്. ആരാണ്? ജോർജ് റാവൻസ് ക്രോഫ്റ്റ്. ജോർജ് റാവൻസ് ക്രോഫ്റ്റ്. പ്രിസത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാ? പ്രിസം. ഫ്ലിന്റ് ഗ്ലാസ്. ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലെൻസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ലെഡ് ക്രിസ്റ്റൽ എന്നറിയപ്പെടുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ്. ഫ്ലിന്റ് ഗ്ലാസ് നിർമ്മിച്ച വ്യക്തി ആരാണ്? ജോർജ് റാവൻസ് ക്രോഫ്റ്റ് ആണ്. ആരാണ്? ജോർജ് റാവൻസ് ക്രോഫ്റ്റ്. ഓക്കെ, പ്രിസത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ്. പ്രിസത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഓക്കെ, സോഫ്റ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന ഏതാണ്? സോഡ ഗ്ലാസ്. ഏതാണ്? സോഡ ഗ്ലാസ്. സോഫ്റ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന ഏതാണ്? സോഡ ഗ്ലാസ്. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന ഏതാണ്? പൊട്ടാഷ് ഗ്ലാസ്. ഏതാണ്? പൊട്ടാഷ് ഗ്ലാസ്. സോഫ്റ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന ഏതാണ്? സോഡ ഗ്ലാസ്. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന ഏതാണ്? പൊട്ടാഷ് ഗ്ലാസ് ആണ് കേട്ടോ. പൊട്ടാഷ് ഗ്ലാസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയും മനസ്സിലായേ? ഓക്കെ, ശരി. ഇനി അടുത്ത് മ്യൂട്ട് ചെയ്തേ. ശരി, അപ്പോൾ ആ ചോദ്യം മനസ്സിലായല്ലോടാ. ഓക്കെ, ഇനി അടുത്ത് സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യമാണ്, ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ദ്രവീകൃത പെട്രോളിയം വാതകം. ദ്രവീകൃത പെട്രോളിയം വാതകം വെച്ചാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPGയുടെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. LPGയുടെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഈ LPG എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് സിലിണ്ടറിൽ വരുന്ന സാധനമല്ല LPG. ഈ ഗ്യാസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് പാചകത്തിനെ കൂടുതൽ നമ്മുടെ സംസ്കാരം വെച്ചിട്ട് സ്ത്രീകളാണ്. സ്ത്രീകൾ പാചകം ചെയ്യുന്ന ആൾക്കാരെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സംസ്കാരം വെച്ചിട്ട് സ്ത്രീകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ബ്യൂട്ടിയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് LPG ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? അല്ലെ, ബ്യൂട്ടി ഉള്ളത് സ്ത്രീകൾക്കല്ലേ? അല്ലേ ആരോമലൂപി? ഓക്കെ, അപ്പം LPGയിലെ പ്രധാന ഘടകം ഏതാണ്?
ബ്യൂട്ടൈൻ ആണ്. അത് അങ്ങനെ ഓർത്ത് വെച്ച് വേണം. എൽ പി ജിയുടെ പ്രധാന ഘടകം എന്താണ്? ബ്യൂട്ടൈൻ ആണ്. ഇപ്പൊ എനിക്ക് കിട്ടും നിങ്ങൾക്ക് കേട്ടോ. എൽ പി ജി കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ് ബ്യൂട്ടൈൻ. ഓക്കെ, ബ്യൂട്ടൈൻ. അപ്പൊ എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ 60% ഉണ്ട്. എത്രയാണ്? 60%. 40% ഏതാണ്? പ്രൊപ്പൈൻ കേട്ടോ. അപ്പൊ പ്രധാന ഘടകം ചോദിച്ചു ഏതൊക്കെ ഉണ്ട് എന്നിട്ട് ബ്യൂട്ടൈനും പ്രൊപ്പൈനും ഉണ്ട്. ബ്യൂട്ടൈനും ഉണ്ട്, പ്രൊപ്പൈനും ഉണ്ട്. ഓക്കെ, ഇതിൽ പ്രധാന ഘടകം ചോദിച്ചാൽ ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. എത്ര ശതമാനം ഉണ്ട്? 60% ബ്യൂട്ടൈൻ ആണ്. 40% എന്താണ്? പ്രൊപ്പൈൻ ആണ്. ഈ ചോദ്യം വീണ്ടും ചോദിക്കും, ഉറപ്പാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്ത എൽ പി ജിയിൽ ചെറിയ അളവിൽ കാണപ്പെടുന്ന ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അത് ബ്യൂട്ടിലീനും പ്രൊപ്പിലീനുമാണ്. മനസ്സിലായോ? ബ്യൂട്ടിലീനും പ്രൊപ്പിലീനുമാണ്. ചെറിയ അളവിൽ കാണപ്പെടുന്ന രണ്ട് ഘടകങ്ങളാണ് ബ്യൂട്ടിലീനും പ്രൊപ്പിലീനും. ബ്യൂട്ടിലീനും പ്രൊപ്പിലീനും. ബ്യൂട്ടിലീനും പ്രൊപ്പിലീനും. ബ്യൂട്ടിലീനും പ്രൊപ്പിലീനും. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ. ഇപ്പൊ എൽ പി ജിക്ക് യഥാർത്ഥത്തിൽ മണമില്ല. മണമില്ലാത്ത ഒരു ഇതാണ് എന്ത്? എൽ പി ജി. എൽ പി ജിയിലേക്ക് അപ്പൊ ഇത് ചോറുകയാണെങ്കിൽ നമ്മൾ അറിയണ്ടേ? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു സ്മെല്ല് വരണം. ഓക്കെ, ആ സ്മെല്ലിന് വേണ്ടി ചേർക്കുന്ന പദാർത്ഥമാണ് ഈഥൈൽ മെർക്യാപ്റ്റർ. കേട്ടോ, ഈഥൈൽ മെർക്യാപ്റ്റർ. ഓക്കെ, ഈഥൈൽ മെർക്യാപ്റ്റർ. ഈഥൈൽ മെർക്യാപ്റ്റർ. ഈഥൈൽ മെർക്യാപ്റ്റർ. ഓക്കെ, അടുത്ത സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈൻ. സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈൻ. ഇങ്ങനെ അവിടെ സിഗരറ്റ് വലിക്കുന്ന ബ്യൂട്ടികളും ഉണ്ട്. ഓക്കെ, സിഗരറ്റ് വലിക്കുന്ന ബ്യൂട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പൊ സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. എന്താ സിഗരറ്റ് വലിക്കുന്ന ബ്യൂട്ടികളാ? ട്രാൻസില് നസ്രിയ വലിക്കുമല്ലേ? ഓക്കെ, ശരി. അപ്പൊ അത് ഓർത്ത് വെച്ച് വേണം. ഓക്കെ, എടാ അപ്പം എൽ പി ജിയുടെ എപ്പോഴും രൂപ എന്താ? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടിന് എത്ര ശതമാനം ഉണ്ട്? 60% ഉണ്ട്. ഓക്കെ, അപ്പം ബാക്കി 40% പ്രൊപ്പൈൻ. എന്നാൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബ്യൂട്ടിലീനും പ്രൊപ്പിലീനും. ബ്യൂട്ടിലീനും പ്രൊപ്പിലീനുമാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ പറഞ്ഞു ഈ എൽ പി ജിയുടെ വാതക ചോർച്ച മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈഥൈൽ മെർക്യാപ്റ്റർ ചേർക്കും കേട്ടോ. പിന്നെ ഈ സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ് കേട്ടോ. ബ്യൂട്ടൈൻ ആണ് സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ അതാണ് ആ ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഇതാണ് ചോദ്യം. മെർക്കുറിക് ഓക്സൈഡ് ആണ് കേട്ടോ. മെർക്കുറിക് ഓക്സൈഡ് ആണ് കേട്ടോ. അപ്പൊ ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. ഏതാണ്? മെർക്കുറിക് ഓക്സൈഡ് ആണ് ആ ഉപയോഗിച്ച പദാർത്ഥം. ഓക്കെ, ശരി. അപ്പം ജോസഫ് പ്രീസ്ലിയെ ഓക്സിജനെ കുറിച്ചാണ് അടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഇത്രയൊക്കെ ചോദിക്കണം. ഓക്കെ, കുറേ നേരം ചോദ്യം ചോദിച്ചിട്ട്. ഓക്കെ, ഒന്ന് പോസിറ്റേ. പ്രോട്ടീൻ്റെ കുറവുണ്ടാകുന്ന രോഗം ഏതാ? പോഷകർക്കർ. ഓക്കെ, മെർക്കുറിയുടെ കൂടുതൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? മീനബാധ. കാഡ്മിയം ഇതായി. ഓക്കെ, അവിടെ ലെഡിന്റെ കൂടുതലുണ്ട്. പ്ലംബിസം. ലെഡിന്റെ പ്ലംബിസം ആണ്. ഓക്കെ, വൈറ്റമിൻ B3 പെല്ലഗ്ര. വൈറ്റമിൻ C സ്കർവി. വൈറ്റമിൻ E വന്ധ്യത. വൈറ്റമിൻ K ഈ ഹീമോഫീലിയ തന്നെ ചോദിക്കുന്ന ഓപ്ഷൻ പറയണമെന്നില്ല. ഹെമറേജ് വന്നാലും രക്തസ്രാവം വന്നാലും ആൻസർ കറക്റ്റാണ് കേട്ടോ. ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം വന്നാലും ആൻസർ കറക്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ നിശാന്തതയ്ക്ക് മാലക്കണ്ണ് വന്നാലും ആൻസർ കറക്റ്റാണ് കേട്ടോ. നിശാന്തത, മാലക്കണ്ണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. വൈറ്റമിൻ എയുടെ കുറവുണ്ടാകുന്ന രോഗം. ഓക്കെ, പിന്നെ നമ്മൾ ചോദിച്ച ചോദ്യം ഏതാ മോനെ? ഓക്കെ, ലെൻസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാ? ഫ്ലിൻറ്റ് ഗ്ലാസ്. ഓക്കെ, ഈ ഫ്ലിൻറ്റ് ഗ്ലാസ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ഇവിടെ പറ. ലെഡ് ക്രിസ്റ്റൽ. നീ അദ്ദേഹത്തെ കണ്ടുപിടിക്കണം. ലെഡ് ക്രിസ്റ്റൽ കേട്ടോ. ലെഡ് ക്രിസ്റ്റൽ. ഓക്കെ, ഈ ഫ്ലിൻറ്റ് ഗ്ലാസ് നിർമ്മിച്ച വ്യക്തി ആരാ? ജോർജ് റാവൻസ് ക്രാഫ്റ്റ്. ഇവിടെ പ്രിസത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാ? പ്രിസത്തിന്റെ നിർമ്മാണം ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. അവിടെ സോഫ്റ്റ് ഗ്ലാസ് ഏതാ? സോഡ ഗ്ലാസ്. ഹാർഡ് ഗ്ലാസ് ഏതാ? പൊട്ടാഷ് ഗ്ലാസ്. ഓക്കെ, ശരി. ഇവിടെ അടുത്ത നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അടുത്ത നമ്മളെ ചോദ്യം എൽ പി ജിയിലെ ഇവിടെ നിന്നല്ല ചോദിക്കേണ്ടത്. എൽ പി ജിയിലെ പ്രധാന ഘടകം എന്താണ്? ബ്യൂട്ടൈൻ. എത്ര ശതമാനമാണ് ബ്യൂട്ടൈൻ? 60%. എൽ പി ജി 40% ഉള്ള എന്താണ്? പ്രൊപ്പറേറ്ററാ? പ്രൊപ്പൈൻ ചേട്ടാ. ഓക്കെ, എൽ പി ജിയിൽ ചെറിയ അളവിൽ കാണപ്പെടുന്നത് പ്രൊപ്പിലീനും ബ്യൂട്ടിലീനും. എൽ പി ജിയിലെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം ഏതാ? ഈഥൈൽ മെർക്യാപ്റ്റർ. സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാ?
ബ്യൂട്ടൈൻ. ഓക്കെ, ശരി. അപ്പം നമ്മൾ പഠിച്ചത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചതെന്നായിരുന്നു. അതിന്റെ ആൻസർ മെർക്കുറിക് ഓക്സൈഡ് ആണ്. ഏതാണ് പിള്ളേരെ? മെർക്കുറിക് ഓക്സൈഡ് ആണ് കേട്ടോ. ജോസഫ് പ്രീസ്ലി ഓക്സിജൻ കണ്ടുപിടിച്ച വർഷം അറിയോ? 1774. ഓക്സിജൻ എന്ന പേര് കൊടുത്താണെന്ന് അറിയാമോ? ഓക്സിജൻ എന്ന പേര് കൊടുത്തത്. ഓക്സിജന് മാത്രമല്ല, ഹൈഡ്രജന് പേര് കൊടുത്തതും ആരാണ്? ലാവോസിയൻ. ഹൈഡ്രജന് പേര് കൊടുത്തതും ആരാണ്? ലാവോസിയൻ. സസ്യങ്ങളും ജന്തുക്കളും ശ്വസിക്കുന്നത് ഓക്സിജൻ കണ്ടെത്തിയതും ആരാണ്? ലാവോസിയൻ. മനസ്സിലായ? ഓക്സിജൻ കണ്ടെത്തിയത് 1774 ജോസഫ് പ്രീസ്ലി. 1774 ജോസഫ് പ്രീസ്ലി കണ്ടെത്തി. എന്നാൽ ഓക്സിജന് പേര് കൊടുത്ത ആരാ? ലാവോസിയ. അത് 1777. 1777. ഓക്സിജൻ മാത്രമല്ല, എന്തിനും പേര് കൊടുത്തു? ഹൈഡ്രജനും പേര് കൊടുത്തു. പിന്നെ ഇദ്ദേഹം ആണ് എന്ത്? സസ്യങ്ങളും ജന്തുക്കളും എന്ത് ശ്വസിക്കുന്നു? ഓക്സിജൻ ശ്വസിക്കുന്നു കണ്ടെത്തിയത്. ഓക്കെ, സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നത് എപ്പോഴാണ്? രാവിലെ എത്ര മണിയാകുമ്പോൾ തുടങ്ങും? എപ്പോഴും ശ്വസിക്കുന്നുണ്ട്. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ. സസ്യങ്ങൾ ഓക്സിജൻ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ പിന്നെ എന്തായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്? സമയത്ത് സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ. അത്രേ ഉള്ളൂ. അതായത് സസ്യങ്ങൾ ശ്വസിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഏത് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ്. അത് എന്നാൽ പ്രകാശ സംശ്ലേഷണം സ്വീകരിക്കുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തുവിടും. അതായത് സസ്യങ്ങളിലെ പകൽ സമയത്ത് കൂടുതൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ്? പ്രകാശ സംശ്ലേഷണമാണ്. അപ്പോഴും റെസ്പിറേഷൻ, ശ്വസനം നടക്കുന്നുണ്ട്, പക്ഷെ കുറഞ്ഞ അളവിലാണ്. മനസ്സിലായ? പ്രകാശ സംശ്ലേഷണം കൂടുതൽ നടക്കുന്നത്. രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിന് കാരണം എന്താണ്? അത്രേ ഉള്ളൂ. പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം വേണം. രാത്രി സൂര്യപ്രകാശം ഉണ്ടോ? ഇല്ല. കേട്ടോ, ഇല്ല. ഓക്കെ, അതുകൊണ്ട് രാത്രി എന്ത് നടക്കത്തില്ല? സൂര്യപ്രകാശം നടക്കത്തില്ല. രാത്രി പ്രകാശം നടക്കത്തില്ല. ഓക്കെ, പ്രകാശ സംശ്ലേഷണം നടക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് രാത്രി കൂടുതൽ നടക്കുന്ന ഏതാണ്? ശ്വസനമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പകലിൽ സസ്യങ്ങൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. കാരണം ധാരാളം ഓക്സിജൻ നമുക്ക് കിട്ടും. പക്ഷെ രാത്രി അത് എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. മനസ്സിലായ? അതുകൊണ്ടാണ് ഈ രാത്രി കാലത്ത് പണ്ടത്തെ ആൾക്കാർ പറയും രാത്രി കാലത്ത് ഈ ആലിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഈ പാലയുടെ അടുത്തൊന്നും പോയി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ കാരണം ഇതാണ് കേട്ടാ. അതായത് നമുക്ക് ഈ ചിലപ്പോൾ അത് ഈ ഭീകരമായ രീതിയിൽ ഓക്സിജൻ എടുക്കുന്ന സസ്യങ്ങളാവാം. മനസ്സിലായി? ഇത്ര ഇലകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം സസ്യങ്ങൾ ശ്വസിക്കുന്ന ഏത് വഴിയാണ്? ഇലകളിലെ ആസ്യരന്ധ്രം വഴിയാണ്. സസ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇപ്പം ഇത് സയന്റിഫിക്കലി പ്രൂവ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ അതുകൊണ്ടാവാം ആൾക്കാർ പറഞ്ഞത് എന്താണ്? രാത്രി കാലങ്ങളിൽ ആലിൻ്റെ മൂട്ടിലും അതുപോലെ പാലയുടെ മൂട്ടിലൊന്നും പോയിരിക്കരുത്, എന്ത് ചെയ്യും, നിങ്ങളെ യക്ഷി പിടിക്കുമെന്ന് പറയാൻ കാരണം അതായിരിക്കാം. മനസ്സിലായി? നമുക്ക് ഓക്സിജൻ്റെ അഭാവം ഉണ്ടായി നമുക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവൻ്റെ പേടിയൊക്കെ മാറിയാ? പുള്ളിക്ക് അത്യാവശ്യം പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ചെറുതായിട്ട്. ബട്ട് ചെയ്തൊരു കഥയും പറഞ്ഞു വിട്ട് രാത്രി. എന്തായാലും എന്തിനാ കണ്ട് പേടിച്ചത്? അല്ല, യഥാർത്ഥത്തിൽ നിന്ന് കണ്ടെന്നാ പറയുന്നേ. അത് മറ്റേ വെള്ളാട്ട് പോക്കനെ പോലെ ആരോ രാത്രി മറ്റേ ഏ സിനിമകളുടെ അത് കിളിച്ചിട്ട് പാമ്പഴത്തില്ലേ, അതുപോലെ ആരോ പോയപ്പോഴാണ് അവൻ ചെന്ന് കണ്ടത്. ഓക്കെ, ശരി. അപ്പൊ അത് ഓർത്ത് വെച്ചോ. അപ്പൊ സസ്യങ്ങൾ ജന്തുക്കളും ശ്വസിക്കുന്ന ഏത് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ് ശ്വസിക്കുന്നത്. ഓക്കെ, എന്നാലേ ഈ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ചതാരാ? സസ്യങ്ങൾക്ക് ജീവനാണ് തെളിയിച്ചത് ജെ.സി. ബോസാണ്. ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന ജെ.സി. ബോസാണ്. അദ്ദേഹമാണ് ഏത് ഉപകരണം കണ്ടെത്തിയത്? ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത്. എന്താണ് ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ജെ.സി. ബോസ്. ഓക്കെ, സസ്യങ്ങൾക്ക് ജീവനാണ് തെളിയിച്ച വ്യക്തി ജെ.സി. ബോസ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് ജെ.സി. ബോസ്. ക്രെസ്കോഗ്രാഫ് എന്തിനാ ഉപയോഗിക്കുന്നത്? സസ്യങ്ങളുടെ ചലനവും വളർച്ചയും ഒക്കെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ഏത്? ക്രെസ്കോഗ്രാഫ്. സസ്യങ്ങളുടെ ചലനവും വളർച്ചയൊക്കെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ഏത്? ക്രെസ്കോഗ്രാഫ്. സസ്യങ്ങൾ ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് കിർന്ന് കേൾക്കുന്ന ഓർത്താൽ മതി. മനസ്സിലായില്ലേ? കിർന്ന് കേൾക്കുന്ന ഓർത്താൽ മതി. അപ്പൊ തന്നെ കാറ്റടിച്ചൊക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടത്തില്ല മരം
മുളകൾ തമ്മിൽ ഓക്കെ, അപ്പൊ അത് കിറുക്കിറന്ന് കേൾക്കുന്നത്. അപ്പൊ ക്രിസ്കോഗ്രാഫ് കണ്ടെത്തിയ ആരാണ്? JC ബോസ് ആണ്. സസ്യങ്ങളുടെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഉയരം വെക്കുന്നത് അത് ആക്സണോമീറ്റർ ആണ്. ഏതാണ്? ആക്സണോമീറ്റർ ആണ്. സസ്യങ്ങൾ ഉയരം വെക്കുന്നത് അളക്കാൻ ഉയരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആക്സണോമീറ്റർ. അത് ഓർത്ത് വെച്ചോണേ പിള്ളേരെ. ഓക്കെ, അപ്പൊ ഓക്സിജൻ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആദ്യമായി ഓക്സിജൻ കണ്ടുപിടിച്ചത് കാൾ വില്യം ഷീലെ ആണെന്നും പറയപ്പെടുന്നു. അതായത് 1772 കാൾ വില്യം ഷീലെ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നു. എന്നാൽ കണ്ടെത്തലുകൾ ആദ്യം പ്രസിദ്ധീകരിച്ചതിനാൽ ജോസഫ് പ്രീസ്ലിക്കാണ് സാധാരണയായി മുൻഗണന നൽകി വരുന്നത്. അതായത് സത്യത്തിൽ 72 കാൾ ഷീലെ കണ്ടെത്തി, 74 ജോസഫ് പ്രീസ്ലി കണ്ടെത്തി. ഓക്കെ, ക്ലിയർ. എന്താടാ പോയിട്ട് ഓക്കെ എടാ. അപ്പോൾ ആദ്യമായിട്ട് ഇത് നിർമ്മിച്ചത് 1772 കാൾ ഷീലയാണ്. 74 ആര് കണ്ടെത്തുന്നു? ജോസഫ് പ്രീസ്ലി കണ്ടെത്തുന്നു. ജോസഫ് പ്രീസ്ലി കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ് ഏത്? മെർക്കുറിക് ഓക്സൈഡ് ആണ് കേട്ടോ. ഇനി 77 ആയപ്പോൾ ആര് പേര് കൊടുത്തു? ലാവോസിയെ പേര് കൊടുത്തു. അപ്പോൾ ഇവർ 3 ഓർത്ത് വെച്ച് വേണം. ആദ്യം കണ്ടെത്തിയത് കാൾ ഷീലയാണ് 72 എന്താ. 74 ആര് കണ്ടെത്തുന്നത്? ജോസഫ് പ്രീസ്ലി കണ്ടെത്തുന്നത്. 77 ആയപ്പോഴും എന്ത് ചെയ്തു? ലാവോസിയെ പേര് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ ആദ്യം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി. അതുകൊണ്ടാണ് കണ്ടെത്തിയ ആളെന്ന് പറയുമ്പോൾ ആളുടെ പേര് പറയുന്നത് ജോസഫ് പ്രീസ്ലി പേര് വരുന്നത്. ഓക്കെ, ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഏത്? ഓക്സിജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഏത്? ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രജൻ ഇതുപോലെയുണ്ട്. ജലം ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്നതാണ് ഏത്? ഹൈഡ്രജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്നതാണ് ഏത്? ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്. പ്രീവിയസ് ചോദ്യമാണ്. ദ്രാവക ഓക്സിജന്റെ നിറം എന്താണ്? നീല. ഓക്കെ, ഓക്സിജന് നിറമില്ല. നമ്മളിപ്പോൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിറം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ചോദിക്കുകയാണ്. ഇങ്ങനെ കയറി പോണതും ഇറങ്ങി വീണതൊക്കെ നമ്മൾ കാണുമല്ലേ? നമ്മൾ വായു തന്നെയല്ലേ മൂക്കി കൂടെ ആലോചിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നീല കളർ ഇങ്ങനെ കയറുന്നു ഇറങ്ങുന്നു. ഓക്കെ, ഇത് ആര് ഇപ്പം എന്ത് ശക്തിയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയെങ്കിലും ഭയങ്കര ഒരു ഡിസൈൻ തന്നെയാണല്ലേ ഈ പ്രപഞ്ചം. ഓക്കെ, അതെ ഞാൻ പറയാം. നമുക്കിപ്പോൾ കളർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? കളർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. മനസ്സിലായി? ഓക്കെ, ശരി. അപ്പൊ ആസിഡ് ഉണ്ടാക്കുന്ന അർത്ഥം വരുന്നത് ഏതാണ്? ഓക്സിജൻ. ജലം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഓക്കെ, ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്. ദ്രാവക ഓക്സിജൻ നിറം എന്താണ്? നീലയാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തുവിടുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് വാൻ നീലാണ്. ആരാണ്? വാൻ നീൽ. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ പുറത്തു വരും. ഈ ഓക്സിജൻ എവിടെ നിന്നറിയാമോ? പ്രകാശ സംശ്ലേഷണം എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സസ്യങ്ങൾ ഈ വേര് വലിച്ചെടുത്ത ജലവും ലവണവും ഉപയോഗിക്കും. സൂര്യപ്രകാശം ഉപയോഗിക്കും. ഹരിതകം ഉപയോഗിക്കും. പിന്നെ എന്തുകൊണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും. ഈ ഉപയോഗിക്കുന്ന സമയത്ത് ഇതെല്ലാം ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉൽപ്പന്നമായി വരുന്നത് ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഈ ഓക്സിജൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേര് വലിച്ചെടുത്ത ജലം, ആ ജലം വിഘടിച്ചാണ് എന്തുണ്ടാകുന്നത്? ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കണ്ടെത്തിയ ആളാണ് ആര്? വാൻ നീൽ. ആരാണ്? വാൻ നീൽ. മനസ്സിലായല്ലോ? അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജൻ ഉറവിടം ജലമാണെന്ന് കണ്ടെത്തിയ ആരാണ്? വാൻ നീൽ. അപ്പോൾ പഠിപ്പിച്ചതിൽ ഓർമ്മയുണ്ടല്ലോ, സസ്യങ്ങളിൽ പകല് കൂടുതൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പുറന്തള്ളുന്നത് ഓക്സിജൻ. ആ ഓക്സിജൻ എവിടെ നിന്നുണ്ടാകുന്നു? ജലം വിഘടിച്ചുണ്ടാകുന്നു. ഓക്കെ, അത് കണ്ടെത്തിയത് ആരാണ്? വാൻ നീലാണ്. ആരാണ്? വാൻ നീൽ. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ ഓക്സിജനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. ജോസഫ് പ്രീസ്ലി എന്തിന്ന് കണ്ടെത്തി? മെർക്കുറിക് ഓക്സൈഡ് എന്ന് കണ്ടെത്തി. ഓക്കെ, ജോസഫ് പ്രീസ്ലി ഓക്സിജൻ കണ്ടെത്തിയ വർഷം 1774. കാൾ ഷീലെ കണ്ടെത്തിയത് 1772. 77 പേര് കൊടുത്തത് ലാവോസിയന് പേര് കൊടുത്തത്. ഓക്കെ, ഇത്ര റിപ്പീറ്റേഷൻ പറഞ്ഞത് സയൻസ് ആയതുകൊണ്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്?
ലാവോസിയനാണ് ഹൈഡ്രജന് പേര് കൊടുത്തത്. സസ്യങ്ങളും ജന്തുക്കളും ശ്വസിക്കുന്നത് ഓക്സിജനാണ് കണ്ടെത്തിയത് ആരാണ്? ലാവോസിയാണ്. എന്നാൽ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെ.സി. ബോസ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് ആരാണ്? ജെ.സി. ബോസ്. ക്രെസ്കോഗ്രാഫ് സസ്യചലനവും സസ്യ വളർച്ചയും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ആക്സനോമീറ്റർ സസ്യങ്ങളുടെ ഉയരം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? ഉയരം വെക്കുന്നത്, മുകളിലോട്ട് ഉയരം വെക്കത്തില്ലേ, അതളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? ആക്സനോമീറ്റർ. ഇവിടെ മനസ്സിലായ ഇത്തരം കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്ടാ, ആസിഡ് ഉണ്ടാക്കുന്ന അർത്ഥം വരുന്നതാണ് ഓക്സിജൻ. അതുപോലെ ജലം ഉണ്ടാക്കുന്ന അർത്ഥം വരുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്സിജൻ എന്നില്ല, നിറമില്ല. എന്നാൽ ദ്രാവക ഓക്സിജൻ നിറം എന്താണ്? നീലയാണ്. ഓക്കെ, ഇത്രയാണ് പഠിച്ചത്. ഓക്കെ, മനസ്സിലായല്ലോ? സെറ്റല്ലേ? ഓക്കെ, ശരി. ഇത്രയും കൂടെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? 8. മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ 16 ആണ് കേട്ടോ. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ എത്രയാണ്? 16. അതൊന്ന് ഓർത്ത് വെച്ചോണം. അതുപോലെ തന്നെ ജോസഫ് പ്രീസ്ലിക്ക് വേറെയും ചോദ്യമുണ്ട്. ആദ്യമായി കൃത്രിമ ജലം നിർമ്മിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലിയാണ്. ആദ്യമായി കൃത്രിമ ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. അതുപോലെ ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോസഫ് പ്രീസ്ലിയാണ്. ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ജോസഫ് പ്രീസ്ലിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അമോണിയ കണ്ടെത്തിയത് ആരാണ്? അമോണിയ കണ്ടെത്തിയ ആരാ? അമോണിയ കണ്ടെത്തിയതും ജോസഫ് പ്രീസ്ലിയാണ്. ഒന്ന് പോസിറ്റടാ. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമേ ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. ജോസഫ് പ്രീസ്ലി ഓക്സിജൻ കണ്ടെത്തിയ വർഷം 1774. ഓക്സിജന് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസി. ഏത് വർഷം പേര് കൊടുത്തത്? 1777. ഓക്സിജൻ ജോസഫ് പ്രീസ്ലി കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആരാണത്? കാൾ ഷീലെ. 1772 കാൾ ഷീലെ. ആസിഡ് ഉണ്ടാക്കുന്നതിന് അർത്ഥം വരുന്നത്, ജലം ഉണ്ടാക്കുന്നതിന് അർത്ഥം വരുന്നത് ഏതാ? ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ ഓക്സിജൻ നിറം എന്താണ്? ഓക്കെ, ദ്രാവക ഓക്സിജൻ നിറം എന്താണ്? നീല. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ജലത്തിൽ നിന്നാണ് ഈ ഓക്സിജൻ ഉണ്ടാകുന്നത് കണ്ടെത്തിയ ആരാ? കണ്ടെത്തിയ ആരാ? അത് തന്നെ, വാൻ നീലാണ് ആൻസർ. വാൻ നീലാണ് കേട്ടോ, വാൻ നീൽ. ഓക്കെ, ശരി. അപ്പം പറഞ്ഞ അവിടെ ആദ്യമേ കൃത്രിമ ജലം നിർമ്മിച്ച ആരാ? ജോസഫ് പ്രീസ്ലി. ഓക്കെ, ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ജോസഫ് പ്രീസ്ലിയാണ് ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അവിടെ എന്ത് ചോദിക്കണ്ടേ? തീർന്നില്ല, ഇനിയുണ്ട് ചോദ്യം. ഓക്കെ, സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ചത് ആരാ? അവിടെ പറയട്ടെ. ജെ.സി. ബോസ് കണ്ടെത്തിയ ഉപകരണം ഏതാ? ക്രെസ്കോഗ്രാഫ്. ഓക്കെ, ശരി. അപ്പോൾ സയൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്ഥിരം ചോദ്യം വേണ്ട കുറേ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇന്നിവിടെ കുറേ പണിയും പരിപാടിയൊക്കെ നടക്കുന്ന പിള്ളേരെ, അതാണ് സൗണ്ടൊക്കെ വരുന്നത്. ഓക്കെ, നമ്മളും ഇപ്പോൾ ഷൂട്ട് ചെയ്തോട് ലേറ്റായി. ഓക്കെ, നമ്മൾ നാളെ നമുക്ക് ഇതിൽ നിന്ന് ഉഷാറായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ലേ, ഗുഡ് മോർണിംഗ്.